ഗൈസ്, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ AFC ഏഷ്യൻ കപ്പിന്റെ ക്വാളിഫയേഴ്സിന്റെ ഡ്രോ വന്ന സമയത്ത്. അപ്പം ഇന്ത്യക്ക് ഒരു ഹാർഡ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് കിട്ടിയത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ വന്നിട്ടുള്ള ഒരു കമന്റാണ്, നമ്മൾ ഹാർഡ് ടീംസിനെതിരെ കളിച്ച് തന്നെ AFC ഏഷ്യൻ കപ്പിലേക്ക് പോകുന്നതെടുത്ത്. യെസ്, നമ്മൾ ഈ പറഞ്ഞതുപോലെ ബംഗ്ലാദേശിനോടും അല്ലെങ്കിൽ സിംഗപ്പൂരോ ഹോങ്കോങ്ങോ ഇവരോടും നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഏഷ്യ കപ്പ് കളിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അതിനോട് തന്നെ യോജിക്കുന്നു. പക്ഷേ പറഞ്ഞില്ല, നമ്മൾ ആ പെർസ്പെക്റ്റീവ് പറയുമ്പോൾ ഒരു ഹാർഡ് ഗ്രൂപ്പാണ് എന്നുള്ള നിലയ്ക്കാണ് സംസാരിച്ചത്. സോ അത് കുറച്ചും കൂടി ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിൽ ചില കാര്യങ്ങൾ അവരുടെ ടീമിൽ ഇപ്പോൾ പോർട്ട് ഫോറിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ബംഗ്ലാദേശ് പോലും ഇനിയും സ്ട്രോങ് ആയി മാറുമെന്നുള്ളതിൻ്റെ ചില ഫാക്ടേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പം ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പം ഹംസ ചൗധരി എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ലെസ്റ്റർ സിറ്റി കളിക്കുന്നൊരു പ്ലെയർ, അദ്ദേഹം ഈ ബംഗ്ലാദേശ് നാഷണൽ ടീമിലേക്ക് വരും എന്നുള്ള കാര്യം കുറേ നാളായിട്ട് കേൾക്കുന്ന പ്ലെയറാണ്. അദ്ദേഹം ഒരു കാര്യമാണ്, അദ്ദേഹം ഒരു ഒറിജിനായിട്ടുള്ള പ്ലെയറാണ്. അപ്പം പറഞ്ഞാൽ അദ്ദേഹം ഇപ്പം നിലവിൽ പ്രീമിയർ ലീഗ് കളിക്കുന്നു. പ്രീമിയർ ലീഗിലാണ്ട് 54 മാച്ചസ് ഇതിനോടകം കളിച്ചിട്ടുണ്ട്. അതുപോലെ ചാമ്പ്യൻഷിപ്പിലാണ്ട് 80 മുകളിൽ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. ഏതാണ്ട് കുറേ വർഷങ്ങളായിട്ട് അദ്ദേഹം ഇംഗ്ലണ്ടിൽ തന്നെയുള്ളത്. ലെസ്റ്ററിൻ്റെ അക്കാഡമി പ്രൊഡക്റ്റാണ്. എനിവേ, ഇനിയിപ്പോൾ കാര്യങ്ങൾ കൺഫേം ചെയ്യാം. ഇംഗ്ലീഷ് FA അവർ NOC കൊടുക്കുന്നു ബംഗ്ലാദേശ് നാഷണൽ ടീമിൽ കളിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക്. സോ ഇംഗ്ലണ്ടിന് വേണ്ടി Under-21 കാറ്റഗറിയിലൊക്കെ കളിച്ചിട്ടുള്ളൊരു പ്ലെയറാണ് ഇദ്ദേഹം. ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. 27 വയസ്സേ നിലവിൽ അദ്ദേഹത്തിനൊരു പ്രായമുള്ളൂ എന്നുള്ളതാണ്. സോ പലരും സംശയിച്ചിരുന്നു ആ NOC കൊടുക്കുമോ എന്നുള്ളത്. കാരണം ബംഗ്ലാദേശ് ഫിഫ റാങ്കിങ്ങിലൊക്കെ ഒരുപാട് താഴെയാണ്, 180കളിൽ കിടക്കുന്ന ഒരു ടീമാണ്. അപ്പം പ്രീമിയർ ലീഗിൻ്റെ ഒക്കെ റൂളുണ്ടല്ലോ 70 റാങ്കിങ്, എന്നാലേ വർക്ക് പെർമിറ്റും കാര്യങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നതിന് ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹം വർഷങ്ങളായിട്ട് ഇംഗ്ലണ്ടിൽ തന്നെയുള്ള ഒരു പ്ലെയറാണ് എന്നുള്ളൊരു ഫാക്ടറും, അതുപോലെ തന്നെ ഇപ്പം ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ പോപ്പുലേഷൻ ഉള്ളൊരു കൺട്രിയാണ്. അപ്പം ഇപ്പം പ്രീമിയർ ലീഗിൻ്റെയൊക്കെ ഒരു മാർക്കറ്റ്, ഇപ്പം ഒരു ബംഗ്ലാദേശി പ്ലെയർ അവിടെ കളിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ അവർക്ക് അത് മാർക്കറ്റ് ചെയ്യാനായിട്ടൊരു പ്രധാന ഫാക്ടറാണ്. സോ ഫ്യൂച്ചറിൽ ഇന്ത്യയിൽ ഈ റൂൾ ചേഞ്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്ലെയേഴ്സൊക്കെ ഉണ്ട്. ഇപ്പം ഇന്ത്യയിൽ നാഷണൽ ടീമിൽ കളിക്കാൻ എലിജിബിൾ ആയിട്ടുള്ള പ്ലെയേഴ്സൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു പെട്ടെന്ന് NOC കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ, ഇന്ത്യ അത്രയും വൈഡായിട്ടുള്ളൊരു മാർക്കറ്റാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ആ റൂളൊക്കെ ചേഞ്ച് ചെയ്യപ്പെടും എന്നുള്ളത്. ഇനി നമുക്ക് ഹോങ്കോങ്ങിൻ്റെ വിഷയത്തിലേക്ക് വരാം. ഹോങ്കോങ് എന്തുകൊണ്ട് ശക്തരാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ മുമ്പ് വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, അവരൊരു നാച്ചുറലൈസ്ഡ് ആയിട്ടുള്ള കുറേ പ്ലെയേഴ്സ് ഉണ്ട്. അവരുടെ ലീഗിൽ കളിക്കുന്ന ബെസ്റ്റ് പ്ലെയേഴ്സിനെയൊക്കെ, യൂറോപ്യൻ ആൻഡ് ലാറ്റിൻ അമേരിക്കൻ പ്ലെയേഴ്സിനെയൊക്കെ അവർ പൗരത്വം കൊടുത്തിട്ട് അവിടെ കളിപ്പിക്കുന്നൊരു രീതി ഉണ്ട്. സോ അതായിരുന്നു ഞാൻ പ്രധാനമായിട്ടും കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരുടെ കോച്ച് മറ്റാരുമല്ല, ആഷ്ലി വെസ്റ്റ്വുഡ് എന്ന് പറയുന്നിട്ടുള്ള ഇംഗ്ലീഷ് പരിശീലനാണ്. അദ്ദേഹത്തിന് നിങ്ങൾക്ക് സുപരിചിതനായിരിക്കുമല്ലോ. അദ്ദേഹം BFCയിൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു കോച്ചായിരുന്നു. അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം അഫ്ഗാനിസ്ഥാൻ്റെ കോച്ചായിരുന്നു റീസെൻ്റ്ലി. അന്നാണ് നമ്മൾ അഫ്ഗാനിസ്ഥാനെതിരെ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ 2 മാച്ചസ് കളിച്ച് 2 മാച്ച് നമുക്ക് വിജയിക്കാൻ പറ്റാതെ പോയത്. അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയം ഒരു ഡ്രോയും. അതാണ് സത്യം പറഞ്ഞാൽ ഇന്ത്യയുടെ നെക്സ്റ്റ് റൗണ്ടിലേക്കുള്ളൊരു പോക്കിന് തന്നെ ഒരു ബ്രേക്ക് ത്രൂ ആയിട്ട് മാറിയത് എന്നുള്ളതാണ്. സോ അതാണൊരു ഫാക്ടർ. പിന്നെ അദ്ദേഹത്തിന് നന്നായിട്ട് ഇന്ത്യയെ അറിയാം, ഇന്ത്യൻ പ്ലെയേഴ്സിനെ അറിയാം, ഇന്ത്യൻ ഫുട്ബോൾ എന്താണെന്നുള്ളതൊക്കെ അറിയാം. അപ്പോൾ അതനുസരിച്ച് അദ്ദേഹം വർക്കൗട്ട് ചെയ്യും. അദ്ദേഹം എപ്പോഴും നമ്മുടെ ഒരു കാലനായി മാറുമോ എന്നുള്ളതാണ് നോക്കേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൻ്റെ നെക്സ്റ്റ് റൗണ്ട് പ്രതീക്ഷകൾ തകർത്തു. അതിനോടൊപ്പം ഇനി ഏഷ്യൻ കപ്പിൻ്റെ ക്വാളിഫയറും തകർക്കുമോ എന്നുള്ളത്. പ്രത്യേകിച്ച് ഇദ്ദേഹം ഷോർട്ട് ലിസ്റ്റിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കോച്ചായിരുന്നു ഇന്ത്യയുടെ ഒരു ജോബിന് വേണ്ടി. പക്ഷേ അദ്ദേഹം പിന്നീട് ഹോങ്കോങ്ങിൻ്റെ കോച്ചെന്ന ലെവലിലേക്ക് മാറുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇദ്ദേഹം വന്നതിന് ശേഷം ഹോങ്കോങ്ങിനൊരു നല്ല കാലമാണ്. 5 മത്സരങ്ങളോ മറ്റോ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ കളിച്ചതിൽ 4 വിജയവും സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ സിംഗപ്പൂർ നമുക്ക് എനിക്കിപ്പം ഹോങ്കോങ്ങും ബംഗ്ലാദേശും തന്നെയാണ് നമ്മൾ ഇച്ചിരി ഒരു കാര്യത്തിൽ കുറച്ചെങ്കിലും ഭയമുള്ളത്. പക്ഷേ അങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നല്ലതായിട്ട് കളിച്ച് തന്നെ വരട്ടെ. സിംഗപ്പൂരിൻ്റെ കാര്യം എടുക്കുമ്പോൾ അവർ പോർട്ട് 3 ഏറ്റവും ബെസ്റ്റ് ആയിരുന്നു. ബാക്കി ആരെ കിട്ടിയാലും നമ്മൾ പാട്ടും പാടി ജയിക്കുക എന്നുള്ളൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ സിംഗപ്പൂർ റീസെൻ്റ്ലി ഒന്നും അത്ര നന്നായിട്ടുള്ള കളിക്കുന്നത്. പക്ഷേ ആസിയാൻ ചാമ്പ്യൻഷിപ്പിൽ അവർ കംബോഡിയക്കെതിരെ ആദ്യത്തെ മത്സരം വിജയിച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ മാച്ച് നന്നായിട്ട് കളിച്ചത് കംബോഡിയാണ്. കംബോഡിയ കുറച്ച് നാച്ചുറലൈസ്ഡ് പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് നല്ല രീതിയിൽ കളിച്ചു, നല്ലൊരു ഡോമിനേറ്റ് ചെയ്ത് കളിച്ചു. പക്ഷേ അവർക്ക് അവസരങ്ങൾ മുതലാക്കാൻ പറ്റില്ല. ഞാൻ അവിടെയാണ് ആ കാര്യങ്ങൾ കണക്ട് ചെയ്തത്. നമുക്ക് ഈ പറഞ്ഞ അവസരങ്ങൾ കിട്ടും, അത് മുതലാക്കാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ സിംഗപ്പൂരിന് വളരെ കുറച്ച് അവസരങ്ങളെ കിട്ടിയുള്ളൂ. അത് അവർ മുതലാക്കിയാണ് ആ മത്സരം വിജയിച്ചത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ പറഞ്ഞ ഹംസ ചൗധരി അതുപോലെ തന്നെ ആഷ്ലി വെസ്റ്റ്വുഡ്, ഈ 2 നെയിംസ് നമ്മൾ ഏഷ്യൻ കപ്പ് ക്വാളിഫയേഴ്സിലേക്ക് വരുന്ന സമയത്ത് നോട്ട് ചെയ്യപ്പെടേണ്ട 2 നെയിംസായി മാറുന്നു. അത് 2 ടീമുകളുടെ 2 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സായി മാറുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക. സനിയ.